കണ്ണിൻ്റെ മുൻപിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന തീഗോളങ്ങൾ, മഞ്ഞ ഗോളങ്ങൾ. ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ അവരുടെ ഫുൾ രൂപം പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നില്ല. തമ്പുരാൻ നൽകിയിരിക്കുന്നത് ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാൽ കാഴ്ചയുടെ കുറവ് തന്നപ്പോൾ ഈശോ എനിക്ക് ഓർമ്മിക്കുവാൻ കൃപ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അവിടെ മുടിയിഴകളിൽ ഒന്ന് തലോടി ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ എന്തു പറ്റി മോളെ എന്ന് ചോദിച്ച ഉടൻ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കരച്ചിലായിരുന്നു. ഞാൻ രാത്രിയിൽ നടക്കുമ്പോൾ ഒന്ന് തട്ടി വീഴുമായിരുന്നു, തപ്പലുണ്ടായിരുന്നു. പിന്നീട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ജീവശാസ്ത്ര അധ്യാപികയായ ഞാൻ ഈ അതായത് നമ്മുടെ റോഡ് സെൽസിനെയും കോൺ സെൽസിനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിശാന്തത എന്നൊരു രോഗം പഠിപ്പിക്കാനിടയായി. അപ്പോൾ അവിടെ ഒരു കളർ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഉണ്ട്. അതായത് ഡിം ലൈറ്റിൽ ഇന്ന കാർഡുകൾ കൊടുത്തിട്ട് ഈ കളർ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഏതൊരു പരീക്ഷണവും ഞാൻ ആദ്യം ചെയ്ത് നോക്കുക എൻ്റെ ഒരു പതിവായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ ഈ കളറ് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു ഇതെനിക്ക് എൻ്റെ സൈക്കോളജിയാണോ എന്താണെന്നറിയത്തില്ല. രാത്രിയിൽ മങ്ങിയ വെളിച്ചത്തിൽ ഞാനിങ്ങനെ തപ്പുന്നുണ്ട്. ഇത് കണ്ടെത്തിയ എൻ്റെ ഗുരുനാഥയും ഇപ്പോൾ ഞങ്ങളുടെ ജനറൽ അഡ്മിനിസ്ട്രേറ്ററുമായ സിസ്റ്റർ ഫിലോമി കുളങ്കത്തിയിലാണ് എന്നെയുമായിട്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ആൻസ് ഡോക്ടറുടെ അടുത്ത് പോയത്. അവിടെ ഡോക്ടർ ടെസ്റ്റിന് ശേഷമാണ് എന്നെ പുറത്തിരുത്തിയിട്ട് സിസ്റ്ററിനോട് എൻ്റെ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി പറയുന്നത്. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പല ഹോസ്പിറ്റലുകളിലും എന്നെ കൊണ്ടുപോയി. അവിടെയൊക്കെ ഏതാണ്ട് ഒരു 40ഓളം ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ അവർ പറയുന്നത് നോ മെഡിസിൻ നോ ട്രീറ്റ്മെൻ്റ് എന്നാണ്. 40 വയസ്സാകുമ്പോൾ കാഴ്ച പോകുമെന്നാണ് ഞാൻ അറിയാതെ എൻ്റെ ഡോക്ടേഴ്സ് എൻ്റെ അധികാരികളോട് പറഞ്ഞിരുന്നത്. വീണ്ടും ഉള്ളതൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിദേശത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. റെറ്റിനയിൽ ബ്ലാക്ക് പിഗ്മെൻറ്റ്സ് വീഴുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാഴ്ച ഇങ്ങനെ പോയി ഒരു സെൻട്രലായിട്ട് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അന്നൊന്നും എനിക്കത് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നീട് മറ്റൊരു ചികിത്സയ്ക്കായിട്ട് പോവുകയും 2009 കാഴ്ച 10% കുറഞ്ഞത്. കണ്ണിൻ്റെ മുൻപിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന തീഗോളങ്ങൾ, മഞ്ഞ ഗോളങ്ങൾ. ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ അവരുടെ ഫുൾ രൂപം പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നില്ല. പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സ് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്കിതിനൊരു ചികിത്സയില്ല. ക്രമേണ കുറഞ്ഞ് പൂർണ്ണമായിട്ടും അന്ധതയിലേക്ക് പോകുന്ന ഒരു രോഗമാണ്. ഇതിനൊക്കെ അതിജീവിക്കുവാൻ ചികിത്സയില്ല, മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് എൻ്റെ സമൂഹത്തിൻ്റെയും സഹോദരങ്ങളുടെയും ഒത്തിരി സുഹൃത്തുക്കളുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും സപ്പോർട്ടോടു കൂടിയാണ് ഇത് മുൻപോട്ട് ഇതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പസ്തോലിക് ഒബ്ലേറ്റ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിജി അതിൻ്റെ കാര്യസം ഈ ലോകം മുഴുവൻ അറിയിക്കുന്നതിൽ ബദ്ധശ്രദ്ധയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. തൻ്റെ കാഴ്ചയുടെ പരിമിതികൾ ഒരിക്കലും ഈ സംഭാവനയ്ക്ക്, ഈ ലോകത്തിലേക്കുള്ള തൻ്റെ വിശുദ്ധിയുടെ പ്രഘോഷണത്തിന് തടസ്സമായിരുന്നില്ല എന്നത് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഡയഗ്നോസിസ് വന്നത് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതലാണ്. ഡെഡിക്കേഷൻ്റെ കൂടുതൽ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ മറ്റ് മെഡിസിൻസ് സ്വീകരിക്കാനോ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ അവസ്ഥയിലേക്ക് വളർന്നത്.
നിരവധി എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് കോട്ടയത്ത് സ്പിരിച്വാലിറ്റി സെൻ്ററിലെ അപ്പസ്റ്റോലിക് ഒബ്ലൈറ്റ്സ് ഭവനത്തിൽ ഞാൻ എത്തിയത്. ദേവദാസൻ ബിഷപ്പ് വില്യം ജക്കീന്തായാൽ സ്ഥാപിതമായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് പിതാവിൻ്റെ ഒരു വചനമുണ്ട്. സഭയ്ക്ക് പുറത്തു നിന്ന് വിശുദ്ധനാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സഭയോടുകൂടി തെറ്റുപറ്റുന്നതാണ്. പരമാവധി സ്നേഹത്തിൻ്റെ പ്രവാചക ശബ്ദമായ ദേവദാസൻ ബിഷപ്പ് വില്യം ജക്കീന്തായുടെ പിതൃനിർവിശേഷമായ സ്നേഹവും സഭയോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് പകർന്നു നൽകിയത് മൽപ്പാൻ മാത്യു വെള്ളാനിക്കലച്ചനാണ്. അപ്പസ്റ്റോലിക് ഒബ്ലൈറ്റ്സ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗമായിട്ട് ജിയെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിശുദ്ധിയുടെ സുവിശേഷം അത് പ്രഘോഷിക്കുവാനായിട്ട് ജിജി പരിശ്രമിച്ചു. ജിജിയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം അച്ഛൻ പിതാവിൻ്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നതാണ് അപ്പസ്റ്റോലിക് ഒബ്ലൈറ്റ്സിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. സഭയിൽ രണ്ട് തരം ദൈവവിളികളുണ്ട്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടും സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടും. സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സുവിശേഷത്തിലേക്ക് നോക്കിയാൽ ഈശോ അന്നത്തെ യഹൂദരുടെ വസ്ത്രധാരണ രീതിയാണ് സ്വീകരിച്ചിരുന്നത്. സുവിശേഷത്തിലെ ഈശോയെ പോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ട് എന്നാൽ അതിലുപരിയായിട്ട് ഈ ലോകത്തിൽ ഉപ്പായി പുളിമാവായി ദൈവജനത്തെ ദൈവിക മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നവരാണ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾ. അപ്പസ്റ്റോലിക് ഒബ്ലൈറ്റ് അംഗമായ ഞങ്ങൾ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ വ്രതത്രയങ്ങൾക്ക് പുറമെ പ്രേഷിതത്വ വാഗ്ദാനം കൂടി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടന്നു വന്നത് എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കലച്ചൻ വഴിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയത്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസായ കോട്ടയത്തെ മാങ്ങാനത്തെ സ്പിരിച്വാലിറ്റി സെൻ്ററിലാണ്. 36 വർഷമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടന്നു വന്നിട്ട്. എന്നെപ്പോലെയുള്ള പല രോഗികളും മുറിക്കകത്ത് തന്നെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ പ്രത്യേകത ചിലപ്പം ചിലരൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചാണ് മുൻപോട്ട് പോകുന്നത്. എൻ്റെ ഡോക്ടേഴ്സിന് പോലും ചിലപ്പോൾ ഒക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് എങ്ങോട്ട് മുൻപോട്ട് പോകുന്നത്. അതിന് ഞാൻ ആദ്യമേ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ നല്ല ദൈവത്തിന്, കൂട്ടിരിക്കുന്ന അക്കരെ അമ്മയ്ക്ക്, കാവൽക്കാരനായ യൗസേ പിതാവിന്, ഞങ്ങളുടെ സ്ഥാപക പിതാവായ ദൈവദാസൻ ബിഷപ്പ് വില്യം ജക്കീന്തായ്ക്ക്, സർവോപരി എന്നെ ഞാനാക്കിയ അപ്പസ്റ്റോലിക് ഒബ്ലൈറ്റ് സമൂഹത്തോട്. അധ്യാപന ജീവിതത്തിൽ ഓർമ്മിക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ എന്നെ സ്പർശിച്ച ഒരനുഭവം ഇന്നുമുണ്ട്. മാനിഷാദ എന്ന ലഹരി വിരുദ്ധ സംഗീത നൃത്തശില്പത്തിൻ്റെ ആവിഷ്കാര പ്രചോദനമായത് എന്നെ അമ്മയെന്ന് വിളിച്ച ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. അന്ന് ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ആ മോൾ മാത്രം എഴുന്നേറ്റ് നിന്നില്ല. പാറിപ്പറക്കുന്ന തലമുടി, കണ്ണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെ ഞാൻ അടുത്തോട്ട് ചെന്ന് അവളുടെ മുടിയിഴകളിൽ ഒന്ന് തലോടി ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ എന്തു പറ്റി മോളെ എന്ന് ചോദിച്ച ഉടൻ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കരച്ചിലായിരുന്നു. ഞാനൊന്ന് ഞെട്ടി. മോളെയും കൂട്ടിക്കൊണ്ട് ചേർന്ന് സ്റ്റാഫ് റൂമിൻ്റെ ആരും അറിയാത്ത ഒരു കോർണറിലിരുന്ന് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് മദ്യപാനിയായ അപ്പൻ്റെ അതിക്രൂരമായ അതിനിന്ദ്യമായ പ്രവർത്തനങ്ങൾ. പരസ്യമാക്കാൻ ഇഷ്ടപ്പെടാത്ത അതിക്രൂരമായ അനുഭവങ്ങളിലൂടെ ആ കുഞ്ഞ് കടന്നു പോയപ്പോൾ ആ മോൾ എന്നോട് പങ്കുവെച്ചത് അമ്മയും മക്കളും തലേ ദിവസം ഉറങ്ങിയത്
റബ്ബറിനെടുത്തിര ഒരു റബ്ബർ കുഴിക്കുള്ളിലിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ നേരം വെളുപ്പിച്ചത്. അമ്മയും മക്കളും ആത്മഹത്യക്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. ആ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തപ്പോൾ അവരുടെ വേദന മനസ്സിലാക്കുകയും മറ്റു പലരുടെയും സഹായത്തോടുകൂടി അവരെ ഒരു ധ്യാനത്തിന് അയക്കുകയും തുടർന്ന് ഈശോ തന്നെ ആ കുടുംബത്തെ രക്ഷിക്കുവാനിടയാക്കിയതും ഇന്ന് ആ മോൾ നല്ല നിലയിൽ ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ തമ്പുരാൻ നൽകിയിരിക്കുന്നത് ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാൽ കാഴ്ചയുടെ കുറവ് തന്നപ്പോൾ ഈശോ എനിക്ക് ഓർമ്മിക്കുവാൻ കൃപ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും എന്നും നോക്കാതെയും പറയാതെയും ഒക്കെയാണ് ഇപ്പോഴത്തെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ. എല്ലാവരും എന്നെപ്പറ്റി പറയുന്നത് ഞാൻ സ്വരം കൊണ്ട് ജീവിക്കുന്നതാണ്, നാക്കുകൊണ്ട് ജീവിക്കുന്നതാണെന്ന്. കുറേ നാൾ 2-3 മാസമായിട്ട് നാക്കിൻ്റെ അടിയിൽ ഒരു ചെറിയ ഒരു കുരു പോലെ വന്നിരുന്നു. ഇപ്പോഴും ജനുവരി 24-ാം തീയതിയാണ് അറിഞ്ഞത് നാവിൽ ക്യാൻസർ ഉണ്ടെന്ന്. അത് ഇവിടെ ലിംഫിലേക്കും അത് ഇത്തിരി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് എൻ്റെ ഈശോ തന്ന മറ്റൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്കിതിനെ കാണാനായിട്ട് പറ്റുന്നത്. എല്ലാവരും പലപ്പോഴും എന്നോട് പറയാറുണ്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണെന്ന്. അപ്പോൾ ഒക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് മോട്ടിവേഷൻ ആക്കണേന്ന്. അപ്പോൾ ഈശോ നമുക്ക് തരുന്നതെല്ലാം സഹനവും തരുന്നുണ്ട്. ഇതിലൊക്കെ എനിക്ക് പറഞ്ഞു നിർത്താൻ ഒരേ ഒരു കാര്യമുള്ളൂ, എൻ്റെ ഫസ്റ്റ് പ്രൊഫഷനിലും ഫൈനൽ പ്രൊഫഷനിലും എൻ്റെ ജൂബിയിലും ഞാൻ എടുത്തൊരു വചനമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു. ഇനി വീണ്ടും ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ പോവാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അറിഞ്ഞുകൂടാ ഈശോയ്ക്ക് എന്നെ പറ്റിയുള്ള പദ്ധതി എന്താണെന്ന്. എന്തായാലും ആ പദ്ധതിക്ക് സന്തോഷത്തോടെ ഞാൻ കീഴ്വഴങ്ങുകയാണ്. അപ്പോൾ എനിക്ക് വിശുദ്ധരുടെ ജീവചരിത്രം എഴുതിയ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിലൂടെ എഴുതാനൊരു ചരിത്രമുണ്ട്. അതിന് പൂർണ്ണമായിട്ട് ഞാൻ വിധേയപ്പെടുകയാണ്. ഇപ്പോഴാണ് സമർപ്പണത്തിൻ്റെ ധന്യത മനസ്സിലാക്കുന്നത്. നമുക്കൊരു അസുഖം വരുമ്പോൾ അതിസ്വാഭാവിക കുടുംബത്തിലെ കൂടപ്പിറപ്പുകളാണ് നമുക്ക് കൂട്ടിലുള്ളത്. കിടപ്പിലായാൽ കൂട്ടിരിക്കുന്നതും കൂടെ നിൽക്കുന്നതും കൂടെ നിന്ന് സൃഷ്ടിക്കുന്നതും ഒക്കെ അവരാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ സമർപ്പണ ജീവിതം വളരെ ധന്യമാണ്.